الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും അവസാന നിമിഷത്തിൽ പരിശുദ്ധ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ സൂറത്തായ സൂറത്ത് ആല ഇംറാനിൻ്റെ 103 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹുവിൻ്റെ ഹബ്ലിൽ അഥവാ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിലകൊള്ളുകയും ചെയ്യണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അതിനുശേഷം അല്ലാഹു വലിയൊരു നിഅമത്തായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമാണ്. എന്നാൽ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അതിനെ അഭിമുഖീകരിച്ചിരുന്ന ബഹുമാന്യരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർത്തമാന കാലത്ത് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു പറയുന്നു, വദ്കുറു, നിങ്ങൾ അനുസ്മരിക്കണം, അല്ലെങ്കിൽ ഓർമ്മിക്കണം, ചിന്തിക്കണം, നിഅമത്ത് അല്ലാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച്. അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വലിയ നിഅമത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഏത് നിഅമത്താണെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം വ്യക്തമാക്കുന്നു. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു കൂട്ടി ഇണക്കുകയുണ്ടായി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അങ്ങനെ അല്ലാഹുവിന്റെ വലിയ നിഅമത്ത് കാരണം നിങ്ങളൊക്കെ ഏകോദര സഹോദരന്മാരായി മാറി. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, അതിനു മുമ്പുള്ള നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളൊക്കെയും നരകാഗ്നിയുടെ അരികത്ത് വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഫഅൻഖദകും മിൻഹാ, അങ്ങനെ അവയിൽ നിന്നും അല്ലാഹു നിങ്ങളെ രക്ഷിക്കുകയും ചെയ്തു.
കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ആയാത്തുകളെ വളരെ വ്യക്തമായ രൂപത്തിൽ, ശാസ്ത്രീയമായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ശരിയായ ഹിദായത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണത്. ഒന്നാമതായി അള്ളാഹു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധമുണ്ട്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഐക്യബോധം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആ ഒരു ബോധത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നത് ബഹുമാന്യരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ആ ബഹുമാന്യരായ സഹാബത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മദീനയിലേക്ക് അവർ ഹിജറ പോയപ്പോൾ അവിടെ അവരെ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്ന മുസ്ലിമീങ്ങളായ സഹാബത്ത് അഥവാ അൻസ്വാരികളായ സഹാബത്ത്, അവര് രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ടവരായിരുന്നു, ഔസ് ഖസറജ് ഗോത്രങ്ങൾ. ഈ രണ്ട് ഗോത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ മക്കയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ബൈഅത്ത് ചെയ്യുന്നതിന് മുമ്പ് വലിയ ശത്രുതയിലായിരുന്നു. ഈ രണ്ട് വിഭാഗങ്ങളും ശത്രുതയിലാകേണ്ടത് മറ്റു ചിലരുടെ ആവശ്യവുമായിരുന്നു. മദീനയിലുണ്ടായിരുന്ന ബനു ഖുറൈള പോലെ, ബനു ഖൈനുഖാഇനെ പോലുള്ള, ബനു നളീറിനെ പോലുള്ള ജൂത ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം, കാരണം അവരുടെ പുരോഗതി, അവരുടെ രാഷ്ട്രീയമായ പുരോഗതിയും അവരുടെ സാമ്പത്തികമായ പുരോഗതിയും ഈ രണ്ട് വിഭാഗത്തിന്റെയും ശത്രുതയിൽ ഊന്നി നിന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഔസും ഖസറജും എന്നും പോരടിച്ചുകൊണ്ടേയിരിക്കണം. ഇത് പറയാനുള്ള കാരണം വർത്തമാനകാല സാഹചര്യങ്ങളിലും അങ്ങനെ ചിലതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ മുസ്ലിമിനോടാണ് ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് കൂടി നിൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുന്നതെങ്കിൽ മദീനയിലുള്ള മുസ്ലിമീങ്ങളുടെ വിഷയം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരസ്പരം ഭിന്നിച്ച് ശത്രുതാ മനോഭാവത്തോടുകൂടി പോരടിച്ച് പല സംഘങ്ങളായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരു മുസ്ലിം ഐക്യം എന്നുള്ളതിനെ ശത്രുക്കൾക്ക് വല്ലാത്ത ഭയമാണ്. അത് ഇസ്ലാമിന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്, അല്ലാതെ ഇതര മതസ്ഥർ എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നമുക്ക് വേണ്ട. പലപ്പോഴും ഈ ശത്രുതാ മനോഭാവത്തോടുകൂടി മുസ്ലിം സമുദായത്തിനുള്ളിലും ഉണ്ടാകും ആളുകൾ. മുസ്ലിമീങ്ങളുടെ ഐക്യം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. മുസ്ലിമീങ്ങൾ അനൈക്യപ്പെട്ട് നിന്നാൽ മാത്രമേ ഒരുപക്ഷെ അവരുടെ നേതൃത്വം അംഗീകരിക്കപ്പെടുകയുള്ളൂ, അവർക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നമാണ്, അമുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും പ്രശ്നമാണ്. അല്ലാതെ ഇതൊരു അമുസ്ലിമീങ്ങളുടെ പ്രശ്നമായിട്ട് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും ശരിയായ ധാരണകളിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഔസ് ഖസറജ് ഗോത്രങ്ങൾ പരസ്പരം ഭിന്നിച്ച് നിൽക്കുകയായിരുന്നു. അവർക്കിടയിൽ ധാരാളം യുദ്ധങ്ങൾ നടക്കുമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം ഔസ് ഖസറജ് ഗോത്രങ്ങളും അതുപോലെ തന്നെ മുഹാജിരീങ്ങളായ സ്വഹാബത്തിനും ഇടയിലുള്ള, മുഹാജിരീങ്ങൾ എന്ന് പറയുമ്പോൾ മക്കയിൽ നിന്നും വന്നവരാണ്, പരദേശികളാണ്. മദീനയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു സാംസ്കാരിക തലത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. ഈ മൂന്ന് വിഭാഗത്തെയും ഒരു സാഹിത്യകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ, അങ്ങനെയാണല്ലോ ഉപമകൾ പറയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ്. ഒരേ ചരടിൽ വ്യത്യസ്തമായ വലിപ്പമുള്ള മുത്തുകൾ ഉണ്ടാവും.
വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള മുത്തുകളുണ്ടാവും. അതാണ് ആ ഒരു മാലയുടെ സൗന്ദര്യം എന്നുള്ളത്. ആ നിലയ്ക്കുള്ള ചില സൗന്ദര്യ സൃഷ്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള, വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ജനവിഭാഗത്തെ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് കൂട്ടിയപ്പോൾ നമുക്ക് മദീനയിൽ കാണാൻ കഴിഞ്ഞൊരു സൗന്ദര്യം അതാണ്. എന്നാൽ ഈ ഒരു സൗന്ദര്യത്തെ അങ്ങേയറ്റം അസ്വസ്ഥതയോടുകൂടിയാണ് മദീനയിലുണ്ടായിരുന്ന നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ബനു ഖൈനുഖാനെ സംബന്ധിച്ചിടത്തോളമോ ബനു ഖുറൈളയെ സംബന്ധിച്ചിടത്തോളമോ ബനു നളീറിനെ സംബന്ധിച്ചിടത്തോളമോ സംഭവിച്ചത്. അവർക്കിത് വല്ലാത്ത ഒരു അസ്വസ്ഥത നിറഞ്ഞൊരു കാഴ്ചയാണ്. മുസ്ലിമീങ്ങളൊക്കെ ഐക്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഔസിനെയും ഖസറജിനെയും തമ്മിൽ തല്ലിക്കുക, അവരുടെ സാമ്പത്തികമായ ഒരു പുരോഗതിയുടെ ഒരു തലത്തെക്കുറിച്ച് നാം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരും തമ്മിൽ തല്ലണം. രണ്ടുപേരും തമ്മിൽ തല്ലിയാലോ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ നിന്ന് കൃഷിക്ക് കൊടുക്കാൻ സമയമുണ്ടാകില്ല. ഇപ്പൊ കൃഷി ചെയ്യാൻ സമയമില്ല എങ്കിൽ ഇവരൊന്നും തിരക്കിലാണ്. പരസ്പരം ഭിന്നിപ്പ്, പ്രശ്നങ്ങള്, തമ്മിൽ കണ്ടാല് പരസ്പരം കൊലവിളി, അതിക്രമങ്ങൾ. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം കൃഷി മേഖലയ്ക്ക് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ സമയമില്ല. അപ്പൊ കൃഷി ശരിയായ രൂപത്തിൽ നടക്കാത്തത് കൊണ്ട് സാമ്പത്തികമായി പുരോഗതിയല്ല അധോഗതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് പൈസയ്ക്ക് ആവശ്യക്കാരാണ്. കയ്യിൽ പൈസ ഇല്ല, ആരെങ്കിലും കടം തരണം. അന്നത്തെ KSF ആയിരുന്നു അവിടുത്തെ ബനു നളീറിനെ പോലെ ബനു ഖൈനുഖാനെ പോലുള്ള ജൂതഗോത്രങ്ങൾ. അപ്പൊ പിന്നെ KSF നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആശ്രയിക്കേണ്ടി വരും. പലിശയായിട്ടും അല്ലാതെയും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ലോണുകൾ നമ്മൾ എടുക്കുന്ന ബാങ്കുകൾ ഉണ്ടെങ്കിൽ ആ ബാങ്കുകളെ പോലെയാണ് അന്ന് ഈ ജൂതഗോത്രങ്ങൾ നിലകൊണ്ടത്. കാരണം ഇവര് സാമ്പത്തികമായി പാപ്പരത്തരത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഇവരെന്നും അടിച്ചുകൊണ്ടേയിരിക്കണം. ഇവർക്കിടയിൽ സമാധാനമുണ്ടായാൽ കൃഷി മേഖലയിലേക്ക് ഇവർ തിരിയും. ഇവര് സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിലെത്തും. അത് പാടില്ല. അങ്ങനെ ഇവരെ പരസ്പരം ഭിന്നിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ വിഷയം, ആയുധ നിർമ്മാതാക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജൂതഗോത്രങ്ങൾ. അപ്പൊ അവര് ആവശ്യത്തിലധികം ആയുധങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിറ്റഴിക്കപ്പെടണം. ഇന്നത്തെ പോലെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒന്നുമില്ലല്ലോ. അതാ നാട്ടിൽ തന്നെ പരമാവധി വിറ്റഴിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സാമ്പത്തിക പുരോഗതിക്ക് കാരണമാണ്. ആരുടെ? ജൂതന്മാരുടെ. അപ്പൊ ഇതിന്റെ ആത്യന്തികമായ താല്പര്യം ഇവർ ഭിന്നിച്ചു കഴിഞ്ഞുകൂടണം, എന്നും പരസ്പരം സമരത്തിൽ ഏർപ്പെടണം, എന്നും സംഘടനത്തിൽ ഏർപ്പെടണം. ഈ ഒരു താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ നന്നായിട്ട് പ്രവർത്തിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും ഈ ഐക്യപ്പെടലും ഒക്കെ. ഇത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ ഇറങ്ങി പണിയെടുക്കേണ്ടി വരും. പലിശ നിരോധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പലിശയ്ക്ക് കടമെടുക്കാൻ ആരും വരില്ല. പരസ്പരം സംഘടനമില്ലാത്തത് കൊണ്ട് ആയുധങ്ങളുടെ ആവശ്യമില്ല. എന്തു ചെയ്യും? ജൂതഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത പ്രയാസത്തിലായി, സാമ്പത്തിക പ്രതിസന്ധിയിലായി നടത്തും. എന്തുണ്ട് പരിഹാരം എന്നുള്ള നിലയ്ക്കുള്ള ചർച്ച അവർക്കിടയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും ഇവരെ പോരടിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം ഇവരെടുക്കുന്നത്. അതിനുവേണ്ടി നന്നായി സംസാരിക്കാൻ കഴിയുന്ന സമർത്ഥരായ പ്രഭാഷകർ എന്ത് ചെയ്തു? അവർക്കിടയിൽ നിന്നും ജൂതഗോത്രങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇളക്കി വിട്ടു. സൗഹൃദ മനോഭാവത്തോടുകൂടി അവർക്കിടയിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ ഔസിൽപ്പെട്ട ഖസറജിൽപ്പെട്ട രണ്ട് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മസ്ജിദ് നബവിയുടെ അടുക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗഹൃദ സംഭാഷണമാണ്, സ്നേഹം, സഹകരണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുക. എത്ര രസകരമായ ഒരു കാഴ്ചയാണ്. പക്ഷെ യൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത നിലനിൽക്കുന്ന കാഴ്ചകളാണ്. അപ്പൊ തന്ത്രപരമായി ഈ ചാരൻ കടന്നു ചെന്നിട്ട് ഔസ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു യുദ്ധത്തിൽ, ബുഗാസ് യുദ്ധത്തിൽ, ഖസറജ് ഗോത്രത്തിൽപ്പെട്ട ആ വ്യക്തിയുടെ പിതാവ് നിങ്ങളുടെ ഉപ്പയെ അല്ലെ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ആ കാഴ്ച ഞാൻ ഇങ്ങനെ കണ്ടു നിന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്ര തന്ത്രപരമായ ഇടപെടൽ. അതിക്രൂരമായ രൂപത്തിൽ
താങ്കളുടെ പിതാവിന്റെ കഴുത്ത് ആ മനുഷ്യന്റെ, ആ ഔസ് ഗോത്രത്തിൽപ്പെട്ട മനുഷ്യന്റെ പിതാവ് വെട്ടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കഴുത്തറുക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൾ ഇന്നും എൻ്റെ കണ്ണിൽ നിന്നും അത് മായുന്നില്ല. നിങ്ങളുടെ സഹോദരനെ 2 കൈകളും ഛേദിക്കുന്ന ആ ഒരു കാഴ്ച ഇന്നും എൻ്റെ കണ്ണിൽ നിന്നും മായുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞ യുദ്ധത്തിൽ നടന്ന കുറെ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും വൈകാരികമായ വേലിയേറ്റങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ. ഇത് കേട്ടപ്പോ രണ്ടുപേർക്കിടയിൽ അസ്വസ്ഥത തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയ ഐക്യമൊക്കെ പതുക്കെ എന്ത് ചെയ്തു, ദുർബലമാകാൻ തുടങ്ങി. അങ്ങനെ അവസാനം ചുരുക്കം പറഞ്ഞാൽ ഒരൽപ്പം നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഔസും ഖസർജ് ഗോത്രങ്ങൾ പരസ്പരം യുദ്ധത്തിന് വേണ്ടി ഒരു തീയതി കുറിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അത്രമാത്രം സാധിച്ചെടുക്കാൻ ഈ ജൂതന്മാരയച്ച ആളുകളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഇത് അറിഞ്ഞു. അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചു. അതിനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഖ്വയിൽ അധിഷ്ഠിതമായ സംസാരം കേട്ടപ്പോൾ ഈ 2 ഗോത്രങ്ങളും പരസ്പരം പശ്ചാത്തപിക്കുകയും പരസ്പരം കെട്ടിപ്പുണരുകയും പൊട്ടിക്കരയുകയും ചെയ്തു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അതുപോലെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിലേക്ക് കടന്നു വരാനോ തഖ്വയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ ജനതയെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊണ്ടതുപോലെ ഖുർആനെയും ഹദീസിനെയും മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായ സംസാരങ്ങളെ ഉൾക്കൊള്ളാനോ തയ്യാറുള്ള ഒരു സഹാബത്തോ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇക്കാലത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ശത്രുക്കളുടെ നുഴഞ്ഞു കയറ്റങ്ങളും തന്ത്രപരമായ ഇടപെടലുകളും നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ നിന്ന് ധാരാളമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അവിടെയാണ് ഞാൻ ആരെയാണ് ഉൾക്കൊള്ളേണ്ടത്, ഞാൻ ആരെയാണ് സേവിക്കേണ്ടത്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത് എന്നുള്ള ചോദ്യം ഓരോ മുസ്ലിമും ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? എൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടും നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ നാളെ പരലോകത്ത് സംഭവിക്കാവുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. എന്താണ്? നാളെ പരലോകത്ത് ശിക്ഷ നേരിട്ട് കാണുന്ന സമയത്ത് ഭൗതിക ലോകത്ത് തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായ ചില ചെയ്തികളുടെ ഫലമായി ആ ശിക്ഷയിൽ അകപ്പെടേണ്ടവരാണ് തങ്ങളെന്നുള്ള ബോധ്യമുണ്ടാകുന്ന സമയത്ത് തങ്ങളെ ഈ ഒരു നാശത്തിലേക്ക് നയിച്ച നേതാക്കന്മാരുടെ പിന്നാലെ ഈ അനുയായികൾ കടന്നു ചെല്ലും. നേതാക്കന്മാരോട് പറയും, നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ്, നിങ്ങളുടെ ആവേശോജ്വലമായ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ തീരുമാനമുണ്ടാക്കണം. നേതാക്കന്മാർ പറയും, നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് പോകണം, ഞങ്ങൾ തന്നെ നാശത്തിലാണ്, അതിനോടൊപ്പം ഇനി നിങ്ങളും കൂടി വന്ന് കൂടുതൽ നാശം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുയായികളെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്ന ആ സമയത്ത് ആ അനുയായികൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയും, ഞങ്ങൾക്കൊരവസരം ലഭിക്കുമായിരുന്നുവെങ്കിൽ. ഇനിയും ഭൂമിയിലേക്ക് ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അയക്കുകയും താങ്കളെ പോലുള്ള നേതാക്കന്മാർ നിങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങളുമായി ഘോര പ്രഭാഷണങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും ഒക്കെ ഞങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും യാതൊരു വിഹിതവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ആട്ടിപ്പായിക്കുമായിരുന്നു. നിങ്ങളെ നേതാക്കന്മാരായിട്ട് ഒരിക്കലും ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമായിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു കാലം തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നാണ്. പ്രിയമുള്ളവരെ, ഇവിടെ വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും താല്പര്യങ്ങൾക്കും അപ്പുറം ചില താല്പര്യങ്ങളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കുന്നതിന്റെ മാരകമായ ഒരു അപകടം, അതിന്റെ ഭവിഷ്യത്തിന്റെ ഫലം നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഗതികെട്ട ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂറായി തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇപ്പൊ തിരിച്ചൊന്നും അയക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളിപ്പോ തിരിച്ചയക്കപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. നമ്മൾ തീരുമാനമെടുക്കണം, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ വിഷയത്തിൽ എന്ത് താല്പര്യമാണുള്ളത്? അതിരവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ
ഈ ഒരു പ്രശ്നത്തിൽ എന്ത് പങ്കാണുള്ളത് കൃത്യമായ രൂപത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പല സംഘങ്ങളായി വേർതിരിഞ്ഞ് ശത്രുതാ മനോഭാവത്തോടുകൂടി ഒന്ന് കണ്ടാൽ സലാം പറഞ്ഞാൽ തന്നെ മടക്കാൻ മടിയാണ്, ഇനി മടക്കാതിരിക്കുന്ന ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. എടുത്ത് ഒരു സഹോദരൻ അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോ ഒരു ഉസ്താദ് കുട്ടികൾക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളാണ്. ആ ഉപദേശത്തിൽ പറയുന്നത് ചില മുസ്ലിമീങ്ങളിലുള്ള വിഭാഗങ്ങളെ കണ്ടാൽ നിങ്ങൾ സലാം പറയാൻ പാടില്ല എന്നാണ്. എടാ, സലാം പറയാൻ പാടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്ത്രപരമായി ചില ഹദീസുകളെയും ഖുർആനെയും കടുത്ത രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഖുർആന്റെ താല്പര്യങ്ങൾക്ക് എതിര് പഠിപ്പിക്കുമ്പോൾ അത്തരം പിന്തിരിപ്പൻ ആശയത്തിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശേഷമുള്ള ആയത്ത് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു പോയൊരു വിഷയമാണ്. നിങ്ങൾക്കിടയിൽ നിന്നും നന്മയെ കൽപ്പിക്കുന്ന, തിന്മയെ വിരോധിക്കുന്ന, എല്ലാ നന്മകളിലേക്കും ക്ഷണിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വ്യക്തമാക്കുന്നത് വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. ഏറ്റവും വ്യക്തമായ ഒരു സംഗതി നിങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമായി നിങ്ങൾ മാറരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രൂപത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യത്തെ സാധിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണോ? അള്ളാഹുവിന്റെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മഹാനായ അബൂ ഹനീഫ അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തെ മഹാനായ ആദരണീയനായ ഇമാം അവർകളാണ്. അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഫിഖ്ഹി നിയമങ്ങൾ ലോകം ഏറ്റെടുത്തു. അതിനുശേഷം കടന്നു വന്ന മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ട് അബൂ ഹനീഫ അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹവും കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി. അതിനുശേഷം കടന്നു വരുന്ന ഓരോ ഇമാമിയങ്ങളും, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കി. ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും വ്യക്തമാക്കി. ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു? ഇത്രമാത്രം ശക്തമായ രൂപത്തിൽ ശക്തിയുക്തം ഇമാം അബൂ ഹനീഫ അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങൾക്കെതിരിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നാട്ടിലേക്ക് പോകുമ്പോൾ എന്റെ ആദരണീയനായ ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ആദരിക്കുന്ന വിഷയത്തിലും ബഹുമാനിക്കുന്ന വിഷയത്തിലും യാതൊരു വൈമനസ്യവും കാട്ടിയിരുന്നില്ല. വലിയ ഐക്യം, വലിയ ആദരവ്, വലിയ സ്നേഹം, വലിയ അംഗീകാരങ്ങൾ. അതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൊന്ന് പരിശോധിച്ചു നോക്കണം. ഷാഫി, ഹനഫി എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിവരം കേട്ട ചില ആശയക്കാര് നമുക്കിടയിൽ ഭിന്നിപ്പുകൾക്ക് വേണ്ടി ഒരു കാലത്ത് ശ്രമിച്ചപ്പോ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ആത്മബന്ധം ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹദീസ് ലോകത്തെ മുടിചൂടാ മന്നനായ, ഹദീസ് ലോകത്തെ രാജാവ് ആദരണീയനായ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹദീസ് ക്രോഡീകരണ രംഗത്ത് ആദ്യമായി കടന്നു വന്ന മുഹദ്ദിസാണ്. അദ്ദേഹം ഹദീസ് എങ്ങനെയാണ് സ്വഹീഹ് ആകേണ്ടതെന്നും അത് ലഈഫ് ആകുന്നത് എങ്ങനെയാണെന്നും മുർസലാകുന്നത് എങ്ങനെയാണെന്നും കൃത്യമായ രൂപത്തിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് അദ്ദേഹം നിയമങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം കടന്നു വന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സംഭവിച്ച ചില തെറ്റുകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ മുഖദ്ദിമയിൽ വളരെ കൃത്യമായ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആശയപരമായി എന്താണ് ഗണ്ണിക്കുകയാണ്. ആര്? മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇവർ പരസ്പരം ഒരുമിച്ച് കൂടിയാലോ ആദരണീയനായ ഗുരുനാഥന്മാരെയും ശിഷ്യരുടെയും രൂപങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ സയൻസിന്റെ മേഖല പരിശോധിച്ച് നോക്കിയാൽ ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റായി അറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സർ ഐസക് ന്യൂട്ടന്റെ തിയറികളിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങളെ വ്യക്തമാക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോലുള്ള തിയറികളെ മുൻനിർത്തിക്കൊണ്ട് സർ ഐസക് ന്യൂട്ടന് സംഭവിച്ചു പോയ അബദ്ധങ്ങളാണ് ലോകം കണ്ട ഏറ്റവും വലിയ സയൻസ് ലോകത്തെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ വ്യക്തമാക്കിയത്. അവർക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ആദരവിന് കുറവുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. അതിനുശേഷം സ്റ്റീഫൻ ഹോക്കിംഗ് കടന്നു വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകം കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ, എങ്കിലും അദ്ദേഹത്തിനും ചില
അദ്ദേഹത്തിന്റെ തിയറികൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് കണ്ടെത്തുകയും അത് ലോകത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഇവർക്കിടയിൽ ആദരവിന് കുറവുണ്ടായിരുന്നു? ഇല്ല. അവരൊക്കെയും വ്യക്തമാക്കിയ ഒരു സംഗതി, ഇമാം അബൂ ഹനീഫ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി രൂപപ്പെടുത്തിയ വലിയൊരു ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പുതിയ നിയമങ്ങളെ ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ ഗോപുരത്തെ നിർമ്മിച്ച, ഫിഖഹിന്റെ ഉന്നതമായ ഗോപുരങ്ങളെ നിർമ്മിച്ച ആ മഹാനായ അബൂ ഹനീഫ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് എന്നും എനിക്ക് ആദരവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കിയത്. ഹദീസ് ലോകത്ത് പുതിയൊരു കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഹദീസിന്റെ നിദാന ശാസ്ത്രം, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹദീസുകളെ കൃത്യമായ രൂപത്തിൽ വിശദീകരിച്ച മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പടുത്തുയർത്തിയ ഒരു ഹദീസിന്റെ ഒരു ഗോപുരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് നിയമങ്ങൾ പറയാൻ കഴിയൂ എന്ന് സ്വയം മനസ്സിലാക്കിയ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ള ആദരവും ബഹുമാനവും ആദ്യം തന്നെ പ്രകടിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ ശക്തിയുക്തം എതിർക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാം അത് തന്നെയാണ്. ഐസക് ന്യൂട്ടൻ രൂപപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫിസിക്സിന്റെ തിയറി, അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് മാത്രമേ ഞാൻ പുതിയ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വ്യക്തമാക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അത് പരസ്പരം ഐക്യപ്പെടൽ ഒരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് എല്ലാ ലോകങ്ങളിലുമുള്ള വൈജ്ഞാനിക ലോകത്തുള്ള എല്ലാ മഹത്തുക്കളും വ്യക്തമാക്കിയത്. പക്ഷെ നമുക്കിടയിൽ വന്നപ്പോൾ എന്താണ് ഈ ഒരു അപകടം സംഭവിച്ചു പോയത്? പലപ്പോഴും ജൂദായിസത്തിന്റെ ഏതെങ്കിലുമൊക്കെ ആശയങ്ങളെ ഇസ്ലാമിക ആശയമായിട്ട് തെറ്റിദ്ധരിച്ച് പിൻപറ്റാൻ നാം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ 100% പിൻപറ്റാൻ നമ്മൾ തയ്യാറാകുന്നു. അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹ് എന്നോട് ആവശ്യപ്പെടുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് അല്ലാഹു എന്നോട് പറയുന്നു. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്ന് അല്ലാഹു എന്നോട് ആവശ്യപ്പെടുന്നു. വലാ തകൂനു കല്ലദീന തഫറഖു എന്ന് അല്ലാഹ് എന്നോട് ആവശ്യപ്പെടുന്നു. അല്ലാഹുവിന്റെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണോ അല്ലയോ? നമ്മൾ നിലപാട് വ്യക്തമാക്കിയേ പറ്റൂ. ഒന്നല്ലെങ്കിൽ ഞാൻ തയ്യാറല്ല. അള്ളാഹ് പറയുന്ന ഐക്യത്തിന്റെ വഴിയിലേക്കൊന്നും വരാൻ ഞാൻ തയ്യാറല്ല. അതരവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചു തന്ന ഐക്യത്തിന്റെ വഴിയിലേക്ക് വരാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എന്റേതായിട്ടുള്ള താല്പര്യമുണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കണം. അല്ലെങ്കിലോ ഇൻഷാ അല്ലാഹ്, അള്ളാഹ് അല്ലേ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യമല്ലേ 100% സാധിച്ചു തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഐക്യത്തിന്റെ വഴിയിലേക്ക് നാം പ്രവേശിക്കുകയും ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതിനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസായി വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടു. ഇനി ആ ഒരു വഴിയിലൂടെ, ഭിന്നിപ്പിന്റെ വഴിയിലൂടെ ആരെങ്കിലും മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാണ്. ഉലൈക ലഹും അദാബുൻ അദീം. അവർക്ക് ഉന്നതമായ ശിക്ഷ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈരാറ്റുപേട്ടയെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. വ്യത്യസ്തമായ ധാരാളം സംഘടനകളുണ്ട്, ധാരാളം കൂട്ടായ്മകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെന്നും ചിന്തിക്കേണ്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെന്നും ചിന്തിക്കേണ്ടത് എന്തൊക്കെ നന്മകളാണ് അത് മുഖേന ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനകളെല്ലാവരും തിന്മകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുന്നു, എന്തുമാത്രം നന്മ. വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ. കാരണം നവോത്ഥാന സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പഴയ കാലത്ത് നമ്മുടെ മഹത്തുക്കൾ ഒരുപാട് ത്യാഗം ചെയ്തു, ഒരുപാട് കല്ലേറുകൾ ഏറ്റുവാങ്ങി. പലപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ അതിക്രമം പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ യോദ്ധാക്കളെയൊക്കെ ചുറ്റിലും നിർത്തിയിട്ടോ അല്ലെങ്കിൽ വലിയ അയോധന കല പഠിച്ചിട്ടോ ഒക്കെയാണ് അവർ ദീനി ദഅവത്ത് രംഗത്ത് സജീവമായത്. ഇവിടെ അവർ ഭയപ്പെടുന്ന മുസ്ലിമീങ്ങളെയല്ല, മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെയുള്ള ആക്രമണങ്ങളെ. എന്തുമാത്രം ത്യാഗങ്ങൾ ചെയ്തു. യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ എത്രയോ ബസ് സ്റ്റാൻഡുകളിൽ അവർ അന്തി ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള മഹത്തുക്കൾ സ്ഥാപിച്ച
കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന മുഴുവൻ സംഘടനകളും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ചിന്തിച്ചതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹത്തോടുള്ള ആദരവ് 100% നിലനിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട വിഷയം. എല്ലാത്തിന്റെ ഇപ്പൊ കേരളത്തിൽ രൂപപ്പെട്ട ഓരോരോ വലിയ ചിന്തകളാണ്. ആ ചിന്തകളിൽ നിന്നുമാണ് ഈ പറഞ്ഞ സംഘടനകളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. ആ പഴയ മഹത്തുക്കളായ മഹാരഥന്മാരെ അങ്ങേയറ്റം ആദരിക്കുകയും അവർ ചെയ്യുന്ന വലിയ സേവനങ്ങളെ നമ്മൾ അങ്ങേയറ്റം ആദരവോടുകൂടി നോക്കിക്കാണുകയും അതിനുശേഷം അതിൽ നിന്നും രൂപപ്പെട്ടതാണ് ഈ പറയുന്ന എല്ലാ കൂട്ടായ്മകളും എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നന്മകളാണ്. അവർ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്. അല്ലാതെ അവര് ഇവിടെ ഭിന്നിപ്പുണ്ടാകണമെന്നോ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. 100% ഖുർആനും ഹദീസും ഈ കേരളത്തിൽ പ്രായോഗികവൽക്കരിക്കപ്പെടണം എന്നുള്ള വലിയ ചിന്തയും വലിയ ഫിക്കറും വലിയ താല്പര്യവുമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. പഴയ കാലത്തുണ്ടായിരുന്ന അന്ധമായ വിശ്വാസങ്ങൾ എന്തായിരുന്നു? ഇപ്പൊ പഴയ തലമുറ വേണ്ടി നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. ഈരാറ്റുപേട്ടയിൽ പുതുപ്പള്ളിയിൽ ചന്ദനക്കുടം നടന്നിട്ടില്ല എങ്കിൽ ഈരാറ്റുപേട്ടയ്ക്ക് ശാപമുണ്ടാകും, ഔലിയാടെ ഭാഗത്തു നിന്നുള്ള ശാപമുണ്ടാകും. ആ ശാപം കാരണമായിട്ട് സാമ്പത്തികമായും എല്ലാ മേഖലയിലും നമ്മൾ തകർന്നു പോകുമെന്നുള്ള അന്ധമായ വിശ്വാസം നിലനിന്നിരുന്ന ഒരു നാടായിരുന്നു ഈരാറ്റുപേട്ട. പഴയ തലമുറയോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കും. ആ വിശ്വാസത്തിൽ നിന്നും ഇന്ന് ശരിയായ തൗഹീദി ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഖുർആനെ ഉൾക്കൊള്ളാൻ ഹദീസിനെ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എത്രയോ മഹത്തുക്കൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മഹാത്മാക്കളുടെ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണുക. അപ്പൊ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ആ പഴയ തലമുറ ജീവിച്ചിരുന്ന ഒരു 25 വർഷം മുമ്പ് നാം ഈരാറ്റുപേട്ടയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ SSLC കടന്നിട്ടുള്ള എത്ര ആളുകളുണ്ടാവും? അത് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത്ഭുതമാണ്. ഇദ്ദേഹം SSLC പാസ്സായ വ്യക്തിയാണ്, ഇദ്ദേഹം കോളേജിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇദ്ദേഹം പ്രീ ഡിഗ്രിക്ക് പോയിട്ടുള്ള ഒരാളാണ്, അല്ലെ ഡിഗ്രി കഴിഞ്ഞ ഒരാളെന്ന് വെച്ചാൽ ഒരു അത്ഭുത വ്യക്തിയായിരിക്കും അദ്ദേഹം. വളരെ അപൂർവമായിട്ടും കണ്ടുവരുന്ന ചില വ്യക്തികളായിരിക്കും. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഡിഗ്രി ഇല്ലാത്ത ആളുകൾ തീരെ കുറവാണ്. അതിന്റെ പിന്നിൽ ആരൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്? ഈരാറ്റുപേട്ടയിൽ പ്രധാനമായും മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രവർത്തിക്കുന്ന എത്രയോ നല്ല സ്കൂളുകളുണ്ട്. CBSE സ്കൂളുകൾ 2 എണ്ണമുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മുടെ പ്രവർത്തകർ ധാരാളം പരിശ്രമിക്കുന്നു, പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ സേവനങ്ങളെയൊക്കെ അവർക്കിടയിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആതുര ശുശ്രൂഷ രംഗത്ത് ഇപ്പൊ നമുക്കറിയാം കരുണ, തണൽ പോലുള്ള സ്ഥാപനങ്ങൾ എന്തുമാത്രം വലിയ സേവനങ്ങളാണ് ഈ നാടിനും ഈ നാടിന്റെ പരിസരത്തുള്ള പ്രദേശത്തുള്ള ഓരോ അരശണരായിട്ടുള്ള പാവങ്ങളായ ആൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂ? ഇല്ല. നമ്മൾ ആദരിക്കുക, ആദരവോടുകൂടി നോക്കിക്കാണുക. ആ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സുന്ദരമായ രൂപത്തിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനമാണെന്ന് പറഞ്ഞിട്ട് അവരെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുക, അല്ല പോരായ്മകളിലേക്ക് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ വസ്ത്രമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എത്രയോ നല്ല കൂട്ടായ്മകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുക. മുജാഹിദിന്റെ 4 സംഘടനകളും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണുക. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ചെയ്യുന്ന നല്ല സേവനങ്ങളെ നമ്മൾ നോക്കിക്കാണുക. ഇവിടെ ഏതെങ്കിലും സുന്നി വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന നന്മകളെ നമ്മൾ നോക്കിക്കാണുക. അവരോടൊക്കെ പോയിട്ട് കൈപിടിച്ച് നമ്മൾ പറയും, നിങ്ങൾ ചെയ്യുന്ന വലിയ സേവനമാണ്, ഇൻഷാ അല്ലാഹ് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാക്കുക. എല്ലാ നന്മകളെയും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. പ്രിയമുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ നിന്നോട്ടെ. ഇവിടെ ബഹുമാന്യരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ ഇവരൊക്കെയും എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അത് അഭിപ്രായ വ്യത്യാസമായി കാണുകയും വ്യക്തിബന്ധങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആളുകളും അന്യോന്യം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ നല്ലതാണ് എന്ന് പറയാനുള്ള സന്മനസ് അവർ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പ്രവാചകന്മാർക്കിടയിൽ റിസാലത്ത് പരിശോധിച്ച് നോക്ക്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തും അതിനു മുമ്പുണ്ടായിരുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ റിസാലത്തും അതിനു മുമ്പുണ്ടായിരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ റിസാലത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകന്മാർക്കിടയിൽ എന്തെങ്കിലും ഇഖ്തിലാഫ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ട നന്മകളാണ് ഓരോരോ പ്രവാചകന്മാരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ നന്മകളാണ് അൽഹംദുലില്ലാഹ് ഈരാറ്റുപേട്ടയിലുള്ള ഓരോരോ സംഘടനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അംഗീകരിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങളും നല്ലതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ എല്ലാവരും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. എല്ലാ നന്മകളെയും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. എല്ലാവരെയും നമ്മൾ സഹായിക്കും, സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കും.
മാനസികമായിട്ട് നമ്മൾ സഹായിക്കുക, ദുആ ചെയ്തിട്ട് അവരെ നമ്മൾ പിന്തുണയ്ക്കും. എല്ലാ ദുആയിലും ഈരാറ്റുപേട്ടയിലുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അവരുടെ സേവനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ എണ്ണി എണ്ണി പറയും. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവരെയും കാണുന്ന പുഞ്ചിരിക്കാൻ, ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ തെറ്റുകളിലേക്ക് നോക്കാനല്ല. തെറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്നിലാണ് എനിക്ക് കാണാൻ കഴിയുക. ഇവിടെ അത്തരം അന്ധമായ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഐക്യത്തെ പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള, നന്മകളുടെ വഴികളിലൂടെ മാത്രമേ നമുക്ക് ഐക്യമുണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. തിന്മകളുടെ വഴികളിലൂടെ ഒരിക്കലും ഐക്യമുണ്ടാകില്ല, അനൈക്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള നല്ല തൗഫീക്ക് നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാവങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെയും സമാധാനവും സമാശ്വാസവും നല്ലൊരു ജീവിതം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ നിരപരാധികളായ ധാരാളം ആളുകൾ ജയിലുകളിൽ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അല്ലാഹു സമാധാനവും സമാശ്വാസവും സബറും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരെല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെ, നമ്മുടെ കുടുംബത്തിലുള്ള, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ പേരിലൂടെ തിരിച്ചു പിടിക്കാനുള്ള താക്കത്തും തൗഫീഖും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.